Good afternoon to all. Good afternoon, ma'am. Good afternoon. Okay. Then Good how are you all? afternoon, ma'am. Okay. Then page number. Okay. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? Lunch ഒക്കെ കഴിച്ചോ? Okay. Have you had your lunch? Yeah. Okay. Yeah, I'm always good, Tasni. കഴിച്ചിട്ടില്ല അല്ലേ? Okay. Yeah. Correct time ൽ food കഴിക്കൂട്ടോ എല്ലാവരും. Just wait a second. Okay. Start ചെയ്യാം നമുക്ക്. ആക്റ്റീവ് ആണല്ലോ? ക്ലാസ് ഒക്കെ റെഡി അല്ലേ? Okay. Yes. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും ക്ലാസ്സിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കാം കേട്ടോ. മാക്സിമം ക്ലാസ്സിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കാൻ നോക്കാം. അപ്പോ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മള് ഡിസ്കസ് ചെയ്ത ചാപ്റ്റർ ഏതാണ്? മോഡ്യൂൾ 2 ചാപ്റ്റർ 30 മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. ഓക്കെ. അപ്പോ എന്താണ് അല്ലെ സ്പില്ലേജ് വേസ്റ്റ് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യണം, ഏതൊക്കെ തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റ് ആണുള്ളത്, അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലെ. ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഏതൊക്കെയാണ്? which are the types? Blood and body fluids, chemical, sharps, radioactive material, organic material, and the last one other dangerous materials. Okay. ഇതിലും ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് നമുക്ക് ഓൾറെഡി അറിയാം അല്ലെ. കെമിക്കൽസ് എന്താണ്? നമ്മളത് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതായിക്കോട്ടെ, ഇതെല്ലാം എന്താണ്? കെമിക്കൽസ് ആണ്. ഓക്കെ. ഞാൻ പ്രസിദ്ധ ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ. എല്ലാവരും ടൈമിൽ ജോയിൻ ചെയ്യാം കേട്ടോ. നമ്മള് എന്തായാലും 1:30 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. സോ മാക്സിമം 1:30 എല്ലാവരും തന്നെ പ്രസന്റ് ആയിട്ടിരിക്കുക. ഇനി ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ ഓയോ മിസ് ലേറ്റ് ആയി എന്നോട് പറയുമെന്ന് ചോദിച്ചാൽ അത് കുറച്ച് അല്ല ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഓൾറെഡി കറക്റ്റ് ടൈമിലാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു ആ ഒരു ടൈമിലാണ്. അപ്പൊ നിങ്ങൾ ബിയോണ്ട് ടൈം. ഓക്കെ. Then other dangerous materials, അല്ലെ. ഇപ്പോ hospital may utilize other dangerous materials such as mercury and lead used in medical equipment. Yeah, okay, it's okay, Prasida. Okay, അപ്പോ other dangerous materials എന്ന് പറയുമ്പോൾ മെർക്കുറി അല്ലെ. മെർക്കുറി ഒക്കെ എന്താണ്? ഡേഞ്ചറസ് മെറ്റീരിയൽസിൽ പെടുന്ന ഒന്നാണ് കേട്ടോ. അപ്പൊ എന്തൊക്കെ തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റ് ആണ് അല്ലെ, ടൈപ്സ് ഏതൊക്കെയാണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ക്ലിയർ ആണല്ലോ? മനസ്സിലായല്ലോ? ടെക്സ്റ്റ് വായിച്ചിരുന്നോ? കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത പോർഷൻസ് എല്ലാം വായിച്ചു? ക്ലിയർ ആണ്? യെസ്. ഓക്കെ. So we moving on. The next portion is leakage waste management. Okay. So leakage waste management is one of the important aspects of waste management in hospitals, as it can have serious after effects if not managed properly. അതായത് ഈ പറയുന്ന സ്പില്ലേജ് വേസ്റ്റ് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്തില്ലെങ്കിൽ അതിൽ ഒരുപാട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞാണ് അല്ലെ, ഒരുപാട് ആഫ്റ്റർ എഫക്ട്സ് നമുക്ക് അതിലൂടെ വരാൻ ചാൻസ് ഉണ്ട്. സോ അത് പ്രോപ്പർ ആയിട്ട് എന്താണ് നമ്മൾ മാനേജ് ചെയ്യാം അല്ലെ. അത് വളരെ അത്യാവശ്യമുള്ള അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ആസ്പെക്ട് ആണ്. വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് which is waste management. Waste management is done properly in hospitals or other organizations. അല്ലെങ്കിൽ എന്താ വെച്ചാ അതിനെ ബേസ് ചെയ്ത് ഒരുപാട് ആഫ്റ്റർ എഫക്ട്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എൻവയോൺമെന്റ് ആയിക്കോട്ടെ അതർ ആനിമൽസ് ഓർ എനിത്തിങ്, അവർക്ക് എല്ലാവർക്കും എന്താണ് അതിൻ്റെതായ ഒരുപാട് സൈഡ് എഫക്ട്സും ആഫ്റ്റർ എഫക്ട്സും വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഈ പറയുന്ന വേസ്റ്റ് മാനേജ് ചെയ്യണം. ഓക്കെ. അതെങ്ങനെ മാനേജ് ചെയ്യാം, അതിന്റെ സ്റ്റെപ്സ് ഏതൊക്കെ സ്റ്റെപ്സിലൂടെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നാണ് നമുക്ക് അടുത്ത് നോക്കാൻ പോകുന്നത്. ഓക്കെ. And the steps to manage leakage waste in hospitals
The following steps can be followed. നമുക്ക് ഈ പറയുന്ന സ്റ്റെപ്സ് നമുക്ക് ഫോളോ ചെയ്യാം. എങ്ങനെ നമുക്ക് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യാം അല്ലെ, അതിന്റെ സ്റ്റെപ്സ് ആണ്. The first step is have a leakage response plan in place. പ്രോപ്പർ ആയിട്ട് പ്ലാൻ വേണം, റെസ്പോൺസിബിൾ ഒരു ആസൂത്രണം അല്ലെ, അത് അത്യാവശ്യമാണ്. Hospitals should prepare a plan in place of responding to leakage, which identify the type of spillage, evaluate the risk, and carry out active measures to contain and clean up the leakage. അതായത് ഈ പറയുന്ന ലീക്കേജ് അല്ലെ, ഇപ്പോ പറയുന്ന വേസ്റ്റ് നമ്മളത് പ്രോപ്പർ ആയിട്ട് തന്നെയാണ് എന്താണ് നമ്മളിത് ഡിസ്പോസ് ചെയ്യണം അല്ലെങ്കിൽ ഡിസ്കാർഡ് ചെയ്യണം. സോ അതിന് വേണ്ടി ഒരു പ്രോപ്പർ പ്ലാൻ നമ്മൾ എന്താണ് അത് കറക്റ്റ്ലി അത് ഫോളോ ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. ഒരു പ്രോപ്പർ പ്ലാൻ നമുക്ക് എപ്പോഴും ആവശ്യമാണ്. അത് ഏതൊരു കാര്യം ചെയ്യുമ്പോഴാണെങ്കിലും പ്രോപ്പർ പ്ലാൻ നമുക്ക് വേണമല്ലോ അല്ലെ. സോ അതുപോലെ തന്നെയാണ് ഈ വേസ്റ്റ് മാനേജ്മെന്റിന്റെ കാര്യത്തിലും നമുക്ക് പ്രോപ്പർ പ്ലാൻ അല്ലെങ്കിൽ റെസ്പോൺസ് പ്ലാൻ നമുക്ക് അത്യാവശ്യമാണ്. അത് എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് എന്താണ്, ഐഡന്റിഫൈ ടൈപ്പ് ഓഫ് സ്പില്ലേജ്. ഏത് ടൈപ്പ് സ്പില്ലേജ് ആണ് എന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യുക, തിരിച്ചറിയുക. എന്നിട്ട് അതിന്റെ റിസ്ക്, അതിലൂടെ എന്തെല്ലാം റിസ്ക് വരും എന്ന് നമ്മൾ ആദ്യം ഇവാലുവേറ്റ് ചെയ്യാം. ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് ഉണ്ട് അല്ലെ, സ്പില്ലേജ് വേസ്റ്റ് ഉണ്ട്. സോ ഇതില് ഏത് വേസ്റ്റ് ആണ് ലീക്ക് ആയത് അല്ലെങ്കിൽ ലീക്കേജ് വന്ന ഏത് വേസ്റ്റ് ആണെന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യാം. അതിനുശേഷം അത് റിസ്ക്, എന്തൊക്കെ തരത്തിലുള്ള റിസ്ക് ആണ് നമ്മള് ഫേസ് ചെയ്യേണ്ടി വരിക, അതിനെ കുറിച്ച് ഒരു ഇവാലുവേഷൻ ചെയ്യാം. ദെൻ അതിനെ പറ്റി അല്ലെ നമുക്ക് ചിലപ്പോ ഏത് സ്പില്ലേജ് ആണെന്ന് ചിലപ്പോൾ ബ്ലഡ് ആയിരിക്കാം. അപ്പൊ അതിന് വേണ്ട പ്രിക്കോഷൻസ് എടുക്കുക. മീൻസ് അതിന് വേണ്ട നമ്മൾ ഓരോ നടപടിക്രമങ്ങൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട ആ പ്രോപ്പർ പ്ലാൻ, മീൻസ് അതെങ്ങനെ ഡിസ്കാർഡ് ചെയ്യണം എന്ന് നമ്മൾ അതും ആലോചിക്കുക. അതിലൂടെ നമുക്ക് എന്തെല്ലാം റിസ്ക് അല്ലെ, ബ്ലഡ് അല്ലെങ്കിൽ ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് സ്പ്രെഡ് ആവുന്നതിലൂടെ നമുക്ക് എന്തെല്ലാം തരത്തിലുള്ള എഫക്ട്സ് വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ റിസ്ക്കും ഹസാർഡ്സ് എന്തെല്ലാം തരത്തിൽ വരാൻ ചാൻസ് ഉണ്ട്, അത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാം. ദെൻ അതിനെ ബേസ് ചെയ്ത് തന്നെ പ്രോപ്പർ ആയിട്ടുള്ള മെഷേഴ്സ് നമ്മൾ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുക. ദെൻ ക്ലീൻ ചെയ്യുക അല്ലെ, ക്ലീൻ അപ്പ് ദ ലീക്കേജ്, ദെൻ ക്ലീൻ ചെയ്യുക. ക്ലിയർ? അപ്പൊ ഒരു പ്രോപ്പർ പ്ലാൻ ആവശ്യമാണ്. പ്ലാൻ മീൻസ് ആ സ്പില്ലേജ് ഐഡന്റിഫൈ ചെയ്യുക, ദെൻ അതിനെക്കുറിച്ച് റിസ്ക് അല്ലെ, അതിനെ ബേസ് ചെയ്ത് റിസ്ക് ഇവാലുവേറ്റ് ചെയ്യുക. ദെൻ അതിന് വേണ്ട ഏത് സ്പില്ലേജ് ആണോ അതിന് ആപ്റ്റ് ആയിട്ടുള്ള മെഷേഴ്സ് ഫോളോ ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുക, അത് ക്ലീൻ ചെയ്യുക. That's the first steps of spill management, spill waste management. Okay. And the second one is provide apt leakage response equipment. Hospitals should issue proper equipment for spillage response, such as absorbent pads, gloves, gowns, and masks. അതായത് ഇപ്പൊ പറയുന്ന ഏതുതരം സ്പില്ലേജ് ആയിക്കോട്ടെ, ലീക്കേജ് വന്നു കഴിഞ്ഞാൽ ലീക്കേജ് നമ്മൾ ക്ലീൻ ചെയ്യണം. എങ്ങനെയാ ക്ലീൻ ചെയ്യണ്ടേ? ചുമ്മാ പോയി ക്ലീൻ ചെയ്യാൻ പറ്റോ? ഇല്ല. അതിന് വേണ്ട റെസ്പോൺസ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് നമ്മൾ യൂസ് ചെയ്യണം. അത് യൂസ് ചെയ്യാതെ ഒരിക്കലും നമുക്കത് ക്ലീൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ക്ലീൻ ചെയ്താൽ എന്താ പറ്റാ അല്ലെ, നമുക്ക് അതിലൂടെ വരാൻ ചാൻസ് ഉള്ള ഒരുപാട് അസുഖങ്ങളുണ്ട്. അത് നമുക്ക് human ബോഡീസിലാണെങ്കിൽ അത് സ്പ്രെഡ് ആകാൻ ചാൻസ് ഉണ്ട്. സോ we must use the response equipments before cleaning the area. Okay, leakage area. So നമ്മൾ ഈ പറയുന്ന എല്ലാ എക്യുപ്മെന്റ് യൂസ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ ലീക്കേജ് ഏരിയ നമ്മൾ ക്ലീൻ ചെയ്യാൻ പാടുള്ളൂ. ഏതൊക്കെ തരത്തിലുള്ള എക്യുപ്മെന്റ്സ് ആണ്? such as absorbent pads. ഇപ്പോ പറയുന്ന ബ്ലഡോ ഫ്ലൂയിഡ്സോ അല്ലെങ്കിൽ കെമിക്കൽസോ ആണ്, ലിക്വിഡ് ഐറ്റംസ് ആണ് അവിടെ സ്പ്രെഡ് ആയെങ്കിൽ ലീക്ക് ആയെങ്കിൽ നമുക്ക് ഈ അബ്സോർബന്റ് പാഡ്സ് വെച്ച് ഇത് അബ്സോർബ് ചെയ്യാൻ പറ്റും. മീൻസ് അബ്സോർബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിച്ചെടുക്കുക അല്ലെ, വലിച്ചെടുക്കുക. അപ്പൊ ആ വലിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള പാഡ്സ് നമ്മുടെ ഹോസ്പിറ്റൽസിൽ അവൈലബിൾ ആയിരിക്കണം. ഹോസ്പിറ്റൽസ് ഓർ എനി അതർ ഓർഗനൈസേഷൻസ് ഇവിടെ അവൈലബിൾ ആയിരിക്കണം. സോ ആ ഒരു എക്യുപ്മെന്റ് അല്ലെ, അതിനെ നമ്മൾ എക്യുപ്മെന്റ് എന്ന് പറയാം. സോ ആ കൈൻഡ് ഓഫ് എക്യുപ്മെന്റ് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ലിക്വിഡ്സ് നമ്മൾ അബ്സോർബ് ചെയ്യുക. ഓക്കെ, അപ്പൊ അബ്സോർബന്റ് പാഡ്സ് ആവശ്യമാണ്. Good afternoon, Muhammad. I think you are late. Okay, so be on time. Okay. Then absorbent pads നമ്മൾ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം. അപ്പൊ അതിലൂടെയാണ് നമ്മുടെ
അതിലൂടെയാണ് നമ്മൾ എന്താണ് ഈ ലിക്വിഡ്സ് എല്ലാം അബ്സോർബ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ചുമ്മാ നമുക്ക് നമ്മുടെ കൈ വെച്ചിട്ട് ചെയ്യാൻ പറ്റും ഇല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഗ്ലൗസ് ധരിക്കണം അല്ലെ. ഗ്ലൗസ് ആണെങ്കിലും ഗൗൺസ് ആണെങ്കിലും നമ്മുടെ ഡ്രസ് ഇട്ടിട്ട് ഇത് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അതിന് വേണ്ടിയുള്ള ഗൗൺസ് വെയർ ചെയ്യണം അല്ലെ. അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിലും ഈ പറയുന്ന ഈ വേസ്റ്റ് സ്പ്രെഡ് ആകാനും സ്പില്ലാകാനും ചാൻസ് ഉണ്ട്. അതിലൂടെയും നമുക്ക് എന്താണ് ഒരുപാട് അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. സോ യു മസ്റ്റ് കെയർഫുൾ. ഓക്കെ, ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ കെയർഫുൾ ആയിരിക്കുക. നമ്മൾ വെയർ ചെയ്യേണ്ട എല്ലാ തരത്തിലുള്ള പ്രിക്കോഷൻസും വെയർ ചെയ്യാം, എല്ലാ തരത്തിലുള്ള എക്യുപ്മെന്റ്സ് നമ്മൾ വെയർ ചെയ്യാം. ദെൻ അതിനുശേഷം മാത്രം നമ്മൾ ഈ ഏരിയ ഏരിയ നമ്മൾ ക്ലീൻ ചെയ്യാനിരിക്കുക. ഓക്കെ, അപ്പൊ അബ്സോർബന്റ് ബാഗ്സ് വേണം, ഗ്ലൗസ് വേണം, ഗൗൺസ് ആൻഡ് മാസ്ക്. വി മസ്റ്റ് യൂസ് മാസ്ക്. ഓക്കെ, നമുക്കത് ശ്വസിക്കാനോ അല്ലെങ്കിൽ നമുക്ക് ഏത് രീതിയിലും സ്പ്രെഡ് ആകാൻ ചാൻസ് ഉണ്ട് അല്ലെ. സോ ഇതെല്ലാം എക്യുപ്മെന്റ് യൂസ് ചെയ്തതിനു ശേഷം മാത്രമാണ് നമ്മൾ ഈ പറയുന്ന liquid clean ചെയ്യേണ്ടത്. Okay, and the third point is a trained staff in leakage response. All hospital staff should be given training on how to respond to leakage and how to use leakage response equipment. അതായത് ഓരോ സ്റ്റാഫിനെയും അല്ലെ, ഈ പറയുന്ന ഹോസ്പിറ്റൽസിൽ ഓരോ സ്റ്റാഫിനെയും ഇത് എങ്ങനെ നമ്മൾ ഒരു വേസ്റ്റ് ലീക്ക് ആയിക്കഴിഞ്ഞാൽ അതെങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ അതെങ്ങനെ നമ്മൾ ഹൗ ടു ക്ലീൻ ദ ഏരിയ പ്രോപ്പർലി. അപ്പൊ എങ്ങനെ നല്ല രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ നല്ല രീതിയിൽ എങ്ങനെ ഇത് ക്ലീൻ ചെയ്യണം എന്നുള്ളത് ആദ്യം ഒരു ട്രെയിൻ ചെയ്യാം. ട്രെയിനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അതെങ്ങനെയാണല്ലോ അല്ലെ. ഏത് ന്യൂ സ്റ്റാഫ് വന്നാലും നമ്മൾ അത് ഏത് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ അല്ലെ, ഒരു ട്രെയിനിങ് നമ്മൾ മസ്റ്റ് ബി പ്രൊവൈഡ്. ഓക്കെ, അത് പ്രൊവൈഡ് ചെയ്യുക. എന്നാൽ മാത്രമാണ് നമുക്ക് അതിനെ കുറിച്ചൊരു ആ ഒരു ഗൈഡൻസ് ആണെങ്കിലും കിട്ടുള്ളൂ. സോ അത് അപ്പൊ ഈ സ്പില്ലേജ് വേസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യത്തെ കുറിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട സ്റ്റാഫിന് ഒരു ട്രെയിനിങ് നമ്മൾ കൊടുക്കുക. ആ ട്രെയിനിങ് നമ്മൾ മോസ്റ്റ് ആയിട്ട് പറയേണ്ടത് എന്താണ്, ആ പറയേണ്ട സ്പില്ലേജ് വേസ്റ്റ് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അതുപോലെ ഈ എക്യുപ്മെന്റ്സ് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യണം, അതായത് എന്തിനൊക്കെയാണ് നമ്മൾ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യണം, അതിന്റെ പർപ്പസ് എന്താണ്. സോ എല്ലാ കാര്യത്തെ കുറിച്ചുള്ള ഒരു അവയർനെസ്സും ഈ പറയുന്ന സ്റ്റാഫ്സിന് കൊടുക്കണം. അത് മീൻസ് ഒന്ന് ട്രെയിൻ ചെയ്യണം. സോ അതിലൂടെയാണ് ആ സ്റ്റാഫ്സ് ആണ് അത് പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യുക. അല്ലെങ്കിൽ സ്റ്റാഫ്സിന് നമുക്ക് പ്രത്യേകിച്ച് ഒരു ട്രെയിനിങ് ഒന്നും കൊടുത്തില്ലെങ്കിൽ അവർ അവരിഷ്ടത്തിന് ക്ലീൻ ചെയ്ത് പോകും. നമ്മൾ വീട്ടിൽ എന്തെങ്കിലും വേസ്റ്റ് വീണ് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യുന്ന പോലെ ഹോസ്പിറ്റൽസിൽ പോയി ക്ലീൻ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല അല്ലെ. ഇതിപ്പോ നമ്മൾ പഠിക്കുന്നതുകൊണ്ട് നമുക്ക് അറിയാം. അല്ലാതെ ഇപ്പൊ ഹോസ്പിറ്റലിൽ ബ്ലഡ് നമ്മൾ കണ്ടു, നമ്മൾ ജസ്റ്റ് തുടച്ചിട്ട് പോവാണെങ്കിൽ അത് ക്ലീൻ ആയോ, ആ ഏരിയ ക്ലീൻ ആയോ? ഒരിക്കലും അല്ല. ഓക്കെ, അത് നമ്മളിപ്പോ അതിനെ കുറിച്ച് ഞാനിപ്പോ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് അതറിയാം. അതുപോലെ തന്നെയാണ് ഓരോ സ്റ്റാഫിനും നമ്മൾ അതിനെ കുറിച്ച് ഒരു അവയർനെസ് കൊടുക്കണം. ചുമ്മാ കൊടുത്താൽ പോരാ, അത് അങ്ങനെ ചെയ്യണം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടതെന്ന് കൂടെ പറയണം. എന്നാൽ മാത്രമേ അവർക്ക് അതിനെ കുറിച്ചുള്ള സീരിയസ്നെസ് ഉണ്ടാവുള്ളൂ അല്ലെ. അല്ലാതെ എങ്ങനെ ചെയ്യണം എന്ന് നമ്മള് ഒരു ജസ്റ്റ് എന്താണ് നമ്മൾ അത് വാൺ ചെയ്യുകയാണെങ്കിൽ അത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് എനിക്കറിയില്ല. പക്ഷെ ആഫ്റ്റർ എഫക്ട്സും സൈഡ് എഫക്ട്സും കൂടെ പറയുകയാണെങ്കിൽ അവര് അത് ബോധേഡ് ആയിരിക്കും, അവെയർ ആയിരിക്കും. അപ്പൊ അത് എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞ് അതിനെ ട്രെയിൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോ ട്രെയിൻ സ്റ്റാഫ് ഇൻ ലീക്കേജ് റെസ്പോൺസ്. ആ ലീക്കേജ് റെസ്പോൺസിബിലിറ്റിയെ കുറിച്ചിട്ട് സ്റ്റാഫിനെ ട്രെയിൻ ചെയ്യും. That's a third step. And the fourth one is use proper leakage containment materials. Leakage containment refers to the process in which spillage or leakage of a liquid or other dangerous materials is kept within a blockade. That means containment actually stopping and preventing a spill from spreading. അതായത് ഇപ്പോ ആ ഒരു സ്പില്ലേജ് വേസ്റ്റ് ലീക്ക് ആയ ഒരു ഏരിയ, ആ ഒരു പെർട്ടിക്കുലർ ഏരിയ, ആ ഏരിയയില് നമ്മൾ ജസ്റ്റ് ഒരു തുടച്ചിട്ടാണ് പോകുന്നതെങ്കിൽ അവിടെ ആ ഏരിയ ക്ലീൻ അല്ല അല്ലെ. നമ്മൾ എന്താ ചെയ്യാം? ഡേഞ്ചറസ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡേഞ്ചറസ് ലിക്വിഡ്സ് യൂസ് ചെയ്ത് ആ ഏരിയ ക്ലീൻ ചെയ്യും അല്ലെ. ക്ലീൻ ചെയ്യും. അപ്പൊ എന്താ പറ്റാ? അവിടത്തെ ഉള്ള പറയുന്ന ജേംസ് ആയിക്കോട്ടെ, ബാക്ടീരിയസ് ആയിക്കോട്ടെ, അതിനെല്ലാം നമ്മൾ എന്താ സ്പ്രെഡ് ആകാതെ ബ്ലോക്ക് ചെയ്യാണ് ചെയ്യുക അല്ലെ. സ്പ്രെഡ് ആകാതെ ബ്ലോക്ക് ചെയ്യും. ഓക്കെ, സോ ആ രീതിയിൽ നമ്മൾ ഈ പറയുന്ന കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് ഈ ലീക്കേജിനെ പ്രോപ്പർ ആയിട്ട് ബ്ലോക്ക് ചെയ്യുക. അതിലൂടെ എന്താ പറ്റുക? സ്റ്റോപ്പിംഗ് containment, actually stopping and preventing a spill from spreading.
പകരുന്നതിന് അല്ലെ, അത് ഒരിക്കലും പകരാതിരിക്കാൻ നമ്മൾ അതിനെ പ്രിവെന്റ് ചെയ്യാണ്, സ്റ്റോപ്പ് ചെയ്യാണ്, അതിനെ ബ്ലോക്ക് ചെയ്യാണ്. സോ അത്തരത്തിലുള്ള കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് ആ ഏരിയ നമ്മൾ ക്ലീൻ ചെയ്യുക കേട്ടോ. ഇതാണ് ഫോർത്ത് സ്റ്റെപ്പ്. Then the last one, the last step is dispose of leakage waste in a proper manner. Leakage waste should be properly disposed of as per local regulations and hospital policies. Rules regulations ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് പ്രോപ്പർ ആയിട്ട് അത് ഡിസ്പോസ് ചെയ്യാം. നമ്മൾ കണ്ടിന്യൂസ്ലി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇതൊക്കെ തന്നെയാണല്ലേ. സ്റ്റാർട്ടിങ് തുടങ്ങി നമ്മൾ ഡിസ്പോസ് ചെയ്യുന്ന കാര്യം പറയുന്നില്ല. സെയിം തന്നെയാണ്. ആ ഒരു ഹോസ്പിറ്റൽ പോളിസിനെ ബേസ് ചെയ്തിട്ടും അല്ലെ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ ബേസ് ചെയ്തിട്ടും അത് പ്രോപ്പർ ആയിട്ട് ഈ പറയുന്ന സ്പില്ലേജ് വേസ്റ്റ് അല്ലെങ്കിൽ ലീക്കേജ് വേസ്റ്റ് നമ്മൾ ഡിസ്പോസ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്കാർഡ് ചെയ്യുക. So that's our 5 steps in leakage waste management. Okay, clear ആയോ? 5 steps എങ്ങനെയുണ്ട്? ഓക്കെ ആണല്ലോ. So just read that portion. Okay, നന്നായിട്ട് ഇത് വായിക്കാം കേട്ടോ. എല്ലാവരും ഇത് വായിച്ചു നോക്കാം. എന്നിട്ട് ഡൗട്ട്സ് ഉണ്ടോ അല്ലെങ്കിൽ മനസ്സിലാകുന്നുണ്ടോ, ഓരോ പോയിന്റ്സ് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് ആലോചിക്കുക. ഓക്കെ, നന്നായിട്ടൊന്ന് വായിക്കുക. റിലാക്സ് ചെയ്ത് കെയർഫുൾ ആയിട്ട് വേറെ ഒന്നും ചിന്തിക്കാതെ ജസ്റ്റ് ഒന്ന് ആ ഒരു 5 സ്റ്റെപ്സ് വായിക്കാം കേട്ടോ. അതിനുശേഷം ജസ്റ്റ് പറയും. ഓക്കെ, വായിച്ചതിന് ശേഷം ഒന്ന് പറയൂ കേട്ടോ. ഓക്കെ, ഓക്കെ. സോ ഇപ്പൊ ഇവിടുത്തെ പോർഷൻ ഈ 5 സ്റ്റെപ്സ് നിങ്ങൾക്ക് മനസ്സിലായോ? എല്ലാവർക്കും ക്ലിയർ ആണ്? യെസ്. ഞാനിപ്പോ ചാൻസ് തരാണെങ്കിൽ നിങ്ങൾക്ക് ഈ 5 പോയിന്റ്സും ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റുമോ? ക്ലാസ്സിൽ ഒന്ന് പ്രസന്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് ജസ്റ്റ് ഒന്ന് പ്രസന്റ് ചെയ്യാൻ പറ്റുമോ? anyone can do it that. പറ്റുമോ? ഓക്കെ ആണ്. ജസ്റ്റ് ഒന്ന് ഷോർട്ട് ആക്കി നിങ്ങൾക്ക് മനസ്സിലാക്കി മാത്രം ജസ്റ്റ് ഒന്ന് പറഞ്ഞുള്ളത്. കാരണം ഹരിത ചോദിച്ചു, ഹരിത എനിക്ക് തോന്നുന്നു ലേറ്റ് ആയാണ് ചോദിച്ചത്, എനിക്ക് അറിയില്ല. സോ ഒന്ന് പറയുന്നത് ചോദിച്ചു. ഹലോ മാം, ഞാൻ ലേറ്റ് ആയല്ല, ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന വഴിക്ക് ക്ലാസ്സിന് കയറിയതുകൊണ്ട് കറക്റ്റ് ബസ്സിലായതുകൊണ്ട് ഒന്നും അത്ര ഇതാ ക്ലിയർ ആയില്ല. അതാ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞത്. ക്ലാസ്സിന് കയറിയ ഹോസ്പിറ്റലിൽ നിന്ന് പോണമായിരുന്നു മാം, PCOD കാണിക്കാനായിട്ടേ. അപ്പൊ പോയിട്ട് വരുന്ന വഴിയാണ് ക്ലാസ്സിന് കയറിയത്. അപ്പൊ കറക്റ്റ് ക്ലിയർ ആയില്ല ഇത് കേട്ടത്. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞത്. സൊല്യൂഷൻ കേട്ടോ പറയാം. അപ്പോ ഞാൻ പറഞ്ഞല്ലോ, അത് ചോദിച്ചു. അപ്പോ ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് നിന്ന് മനസ്സിലായോ അത് നിങ്ങൾ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ മനസ്സിലാകാത്തവർക്കും അല്ലെങ്കിൽ ചിലപ്പോൾ കേൾക്കാത്തവർക്കും ഒന്നുകൂടെ കേൾക്കാം. അത് മാത്രമല്ല നിങ്ങളത് പറയുമ്പോൾ നിങ്ങൾക്കും കുറച്ചുകൂടെ ക്ലിയർ ആണോ? ഓക്കെ ആണോ? റെഡി? തസ്നി ഓക്കെ ആണോ? തസ്നി yes. Yeah. First of all, to manage leakage waste in hospitals, first one, have a leakage response plan in a place. First one, have a leakage response plan in a place. The point വരുന്നത്, hospitals should prepare a plan in a place for responding to leakage, which identify the type of spillage, evaluate the risk, and carry out apt measures to contain and clean up the leakage. ഇതിൽ ഇപ്പൊ മെൻഷൻ ചെയ്യുന്നത് എന്താണ്, വേസ്റ്റ് നമ്മൾ ഏത് വേസ്റ്റാന്നുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ ഐഡന്റിഫൈ ചെയ്യുക. ഹോസ്പിറ്റലിൽ സോ മെനി വേസ്റ്റ് ഉണ്ടാവും. ലാബ് വേസ്റ്റ് ആയിക്കോട്ടെ, അതിൽ ഒരുപാട് വേസ്റ്റ് ഉണ്ടാവും. അതിൽ ഏത് വേസ്റ്റ് ആണ് അതിലുള്ളത് എന്നും അതിന്റെ ആ വേസ്റ്റ് താഴെ കിടക്കുകയാണെങ്കിൽ അതിന്റെ റിസ്ക് എന്താണ് എന്നതൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനുള്ള ഒരു ആപ്റ്റ് ആയിട്ടുള്ള ഒരു മെഷർ എടുക്കുക ഫസ്റ്റത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ടു പ്രൊവൈഡ് ആപ്റ്റ് ലീക്കേജ് റെസ്പോൺസ് എക്യുപ്മെന്റ്. ടു പ്രൊവൈഡ് ആപ്റ്റ് ലീക്കേജ് റെസ്പോൺസ് എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഓരോ വേസ്റ്റ് എടുക്കുന്നതിനും ഓരോരോ ആവശ്യങ്ങളുണ്ട്, ഓരോരോ എക്യുപ്മെന്റ്സ് ഉണ്ട് പ്രോപ്പർ ആയിട്ടുള്ള.
അതെല്ലാം കീപ്പ് ചെയ്യുക. ഒന്ന് അബ്സോർബന്റ് പാഡ്സ്, അതായത് ഇപ്പൊ ബ്ലഡ് ഒക്കെ ആണ് നമ്മൾ കീഴെ അതിന്റെ തറയിൽ കിടക്കുന്നെങ്കിൽ അത് അബ്സോർബ് ചെയ്യുന്നതോ ഇല്ല, എവിടെ ഇപ്പൊ ലാബിലാണെങ്കിലും അതിന് അബ്സോർബന്റ് ആയിട്ടുള്ള പാഡ്, ഗ്ലൗസ്, ഗൗണ് ആൻഡ് മാസ്ക് ഇതൊക്കെ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ഇങ്ങനെയുള്ള വേസ്റ്റ് വന്നിട്ട് മാറ്റാൻ, അത് നീക്കം ചെയ്യാൻ. അല്ലാതെ പ്രോപ്പർ വേയിലല്ലാതെ നമ്മൾ ഒരിക്കലും അങ്ങനെയുള്ള വേസ്റ്റുകളൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല, ഒന്നും ക്ലീൻ ചെയ്യാൻ പാടില്ല. തേർഡ് വൺ പറഞ്ഞത് ട്രെയിൻ സ്റ്റാഫ് ഇൻ ലീക്കേജ് റെസ്പോൺസ്. ഇപ്പം ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, നമ്മുടെ ഹോസ്പിറ്റലിലെ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അവർക്കെല്ലാം ഓരോ റെസ്പോൺസ് ഉണ്ട്. ഓരോ എക്യുപ്മെന്റ്, ഇപ്പൊ ലാബിലുള്ള എക്യുപ്മെന്റ് ആയാലും ശരി, ബ്ലഡ് ബാങ്കിലുള്ള എക്യുപ്മെന്റ് ആയാലും ശരി, ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസിൽ യൂസ് ചെയ്യുന്ന ഓരോന്നിൽ ഓരോ ഇതുണ്ട്. എല്ലാത്തിനും അതിൻ്റെതായ സ്റ്റാഫിനെ നന്നായിട്ട് ട്രെയിൻ ചെയ്തിട്ട് വേണം ഈ ഓരോരോ നമ്മൾ വേസ്റ്റ് വന്നിട്ട് മാനേജ് ലീക്ക് ഇല്ലാതെ ഇരിക്കാൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഫോർത്ത് വൺ, യൂസ് പ്രോപ്പർ ലീക്കേജ് കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽ. അതായത് leakage containment refers to the process in which spillage or leakage of a liquid or other dangerous material is kept within a blockade. That means spill containment actually stopping and preventing a spill for spreading. ഇത് സ്പ്രെഡ് ചെയ്യാതെ നമ്മൾ ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ട്, അതിൽ ലിക്വിഡ് ആയിട്ടുള്ളതെല്ലാം, ഇതെല്ലാം വന്നിട്ട് സ്പ്രെഡ് ആകാതെ അനുസരിച്ചുള്ള മെഷേഴ്സ് നമ്മൾ എടുക്കണം. എന്താ പറയാ, സിമ്പിൾ ആയിട്ടുള്ള ഇത് നമ്മൾ തോട്ട് ചെയ്താൽ മതി, അതിൽ വലിയ കോംപ്ലിക്കേഷൻ ആകരുത്. ഇപ്പൊ ഒരു തറയിൽ, ഇപ്പൊ വീട്ടിലാണെങ്കിലും തറയിൽ വീണ കുറച്ച് കാര്യങ്ങൾ, ഇപ്പൊ ഗ്ലാസ് ഒക്കെ പൊട്ടിക്കഴിഞ്ഞാൽ അത് സ്പ്രെഡ് ആവാതിരിക്കാൻ നമ്മൾ നോക്കും. അതേപോലെ തന്നെ ഹോസ്പിറ്റലിൽ വന്നിട്ട് ഇത് എങ്ങനെ ഇതാകാതിരിക്കാൻ വേണ്ടിയിട്ട്, ബ്ലോക്ക് ആകാതിരിക്കാൻ, സ്പ്രെഡ് ആകാതിരിക്കാൻ നമ്മൾ അതിനെ ബ്ലോക്ക് ചെയ്യുക എന്നതേ ഉള്ളൂ. 5 വന്നിട്ട് ഡിസ്പോസ് ഓഫ് ലീക്കേജ് വേസ്റ്റ് ഇൻ എ പ്രോപ്പർ മാനർ. അതായത് നല്ല പ്രോപ്പർ മാനറോട് കൂടി തന്നെ നമ്മൾ അത് എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടത് എന്നത് ഒന്ന് നമ്മൾ ചെയ്യണം. അതാണ് ലാസ്റ്റ് എന്ന് പറയുന്നത്. Okay. Okay, thank you. Yes. Okay. നന്നായിട്ട് ക്ലാസ് എടുക്കൽ എത്ര നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു അല്ലേ? വെരി ഗുഡ്. ഓക്കെ, ഹരിത ക്ലിയർ ആയോ? യെസ് മാം, ക്ലിയർ ആയി. അപ്പൊ ഇതൊക്കെ മനസ്സിലാവുകയും ചെയ്തു. തെൻസിക്ക് ഒരു എക്സ്പീരിയൻസും കൂടെ അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു തെൻസി? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ പോർഷൻ ഇത് ക്ലിയർ ആയി. And the next one is management of different types of spillage waste. For different types of spillage waste, എന്താണ് അതിന്റെ മാനേജ്മെന്റ് എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കാം കേട്ടോ. And the first one is blood and body fluids spillage. Okay, blood and body fluids leakage waste can cause infectious diseases, and the proper management is pivotal. Okay, അതായത് നമ്മുടെ ബ്ലഡ് അല്ലെങ്കിൽ ബ്ലഡും ബോഡി ഫ്ലൂയിഡ്സും ലീക്കേജ് വരാണെങ്കിൽ, വേസ്റ്റ് ലീക്കേജ് വരാണെങ്കിൽ, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഒരുപാട് പകർച്ചവ്യാധികൾ അല്ലെങ്കിൽ പകരുന്ന ഒരുപാട് അസുഖങ്ങൾ നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇൻഫെക്ഷൻസ് വഴി നമുക്ക് അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിവോട്ടൽ മീൻസ് നിർണായകം, മീൻസ് ഇമ്പോർട്ടന്റ് എന്നൊരു മീനിങ്ങിലാണ് കേട്ടോ വരുന്നത്. Okay, a body fluid as any fluid found produced by or excreted from the human body. അതായത് ബോഡി ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ പുറന്തള്ളപ്പെടുന്നതുമായ ഫ്ലൂയിഡ്സ് ആണ്. such as ഏതൊക്കെയാണ്? which includes blood, urine, feces, saliva, tears, breast milk, cerebrospinal fluid, semen, vaginal fluid, amniotic fluid, pleural fluid, peritoneal fluid, bile, digestive juices, vomit, and pus. Okay, ഇത്രയും ഫ്ലൂയിഡ്സ് ആണ് നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. മീൻസ് എക്സ്ക്രീറ്റഡ് മീൻസ് പുറന്തള്ളുക കേട്ടോ, പെടുന്നതുമായ കുറച്ച് ഫ്ലൂയിഡ്സ് ആണ് നമ്മളിപ്പോ പറഞ്ഞത്. അതിൽ കുറച്ച് ഫ്ലൂയിഡ്സ് നമുക്ക് അറിയാവുന്നതാണ് അല്ലെ, കുറച്ചധികം നമുക്ക് അറിയാത്തതുണ്ടല്ലേ.
Okay, just wait a second. Okay, അതില് ബ്ലഡ് അറിയാം അല്ലെ, ബ്ലഡ് അറിയാലോ. യൂറിൻ അത് പറയാം. What is feces? Feces means poopആണ് കേട്ടോ. Okay, yes, മലം, അതാണ് feces. And saliva ഉമിനീരാണ്, നമ്മുടെ ഉമിനീരാണ് കേട്ടോ. മീനിങ്സ് അറിയില്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കുക കേട്ടോ, നോട്ട് ചെയ്ത് വെക്കുക. saliva ഉമിനീരാണ്, നമ്മുടെ ഉമിനീരാണ്. tear കണ്ണുനീരാണ്. And the next one എന്താണ്? നിന്റെ ടെക്സ്റ്റിൽ ഉണ്ടോ അത്? ആ വേർഡ് ഉണ്ടോ ടെക്സ്റ്റില്? tear കഴിഞ്ഞൊരു വേർഡ് ഉണ്ടോ? ആ വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അറിയോ വേർഡ് എന്താണെന്ന് അറിയോ ആർക്കെങ്കിലും? എന്താണ് ആ വേർഡ് എന്താണ് അറിയോ? അത് മിസ്റ്റേക്ക് ആണ് കേട്ടോ, നമ്മുടെ ടെക്സ്റ്റുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തൊരു വേർഡാണ്. മിസ്റ്റേക്ക് ആണ്. ടിയേഴ്സും ബ്രസ്റ്റ് മിൽക്കും ഉള്ളൂ. അതെ, അപ്പൊ ഞങ്ങളുടെ പ്രിന്റിലുള്ളതുണ്ടോ അത് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ടെക്സ്റ്റിൽ അത് ഉണ്ടോ എന്ന് ചോദിച്ചതുകൊണ്ടാണ് കറക്റ്റ് ചെയ്തതാണ്. ഓക്കെ, അപ്പൊ എന്റെ പ്രിന്റിൽ നോക്കണ്ട, അത് മിസ്റ്റേക്ക് ആണ്. അപ്പൊ ടിയേഴ്സ് കണ്ണുനീര്, ബ്രസ്റ്റ് മിൽക്ക് അറിയാം മുലപ്പാലാണ്. ദെൻ കോമ, ദെൻ എന്താണ് നെക്സ്റ്റ്? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. എന്താണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്? ആർക്കെങ്കിലും അറിയോ? നമ്മുടെ ബ്രെയിനിൽ നട്ടലിൽ നിന്ന് എടുക്കുന്ന സ്പൈനൽ കോഡിൽ നിന്ന് എടുക്കുന്ന ഫ്ലൂയിഡ് ആണോ? ഇല്ലില്ല, അതല്ല കേട്ടോ. ഇത് നമ്മുടെ തലച്ചോറിലും നമ്മുടെ സുഷുമ്ന നാഡിയുടെ ഇടയിലും കാണപ്പെടുന്ന ഒരു ദ്രാവകമാണ് ഈ പറയുന്ന സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ആ ഒരു സർഫേസിന് ചുറ്റും കാണപ്പെടുന്ന ഒരു ദ്രാവകമാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ഓക്കെ, തലച്ചോറിന്റെയും സുഷുമ്ന നാഡിയുടെയും ആ ഒരു ഉപരിതലത്തിന് ചുറ്റുമായി കാണപ്പെടുന്ന ഒരു ദ്രാവകമാണ് കേട്ടോ. ഓക്കെ, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് സിമൻ. എന്താണ്? ബീജമാണ് കേട്ടോ. ഓക്കെ, ബീജം. ആൻഡ് വെജൈനൽ ഫ്ലൂയിഡ്, നമ്മുടെ വെജൈനൽ ഡിസ്ചാർജ്, നമുക്ക് വൈറ്റ് ഡിസ്ചാർജ് ഒക്കെ അല്ലേ വുമൺസിന് വരുന്ന വൈറ്റ് ഡിസ്ചാർജ്, അതൊരു ലിക്വിഡ് ആണ്. അതൊരു പറയുന്ന ഒരു കൈൻഡ് ഓഫ് ഫ്ലൂയിഡ് ആണ്, കൈൻഡ് ഓഫ് ബോഡി ഫ്ലൂയിഡ് ആണ് കേട്ടോ. ആൻഡ് അമ്നോട്ടിക് ഫ്ലൂയിഡ് എല്ലാവർക്കും അറിയാം അല്ലെ, എന്താണ് അമ്നോട്ടിക് ഫ്ലൂയിഡ്? അതിനെക്കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല അല്ലെ. പ്രഗ്നൻസിയില് നമ്മുടെ ബേബി അല്ലെ, നമ്മുടെ ബേബി പറയുന്ന എവിടെയാണ് ഒരു അറിയാലോ, ഒരു ഫ്ലൂയിഡിലാണ് ആ ബേബി ഡെവലപ്പ് ആകുന്നത്. ആ ഒരു ഫ്ലൂയിഡിനെ പറയുന്ന ഒരു പേരാണ് അമ്നോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? പ്ലൂറൽ ഫ്ലൂയിഡ്. വാട്ട് ഈസ് പ്ലൂറൽ ഫ്ലൂയിഡ്? എന്താണ് അറിയോ? പ്ലൂറൽ ഫ്ലൂയിഡ് എന്താണ്? ശ്വാസകോശം അല്ലെ, നമ്മുടെ ശ്വാസകോശ ഭിത്തിയുടെ അല്ലെ, നമ്മുടെ ശ്വാസകോശ ആ ഭിത്തിയുടെ പുറംഭാഗത്തായിട്ട് കാണപ്പെടുന്ന, അല്ലെങ്കിൽ നെഞ്ചിന്റെ ഉൾഭിത്തിയുടെ പുറംഭാഗത്തായിട്ട് അങ്ങനെ കാണപ്പെടുന്ന ഒരു തരത്തിലുള്ള ഒരു ദ്രാവകമാണ് പ്ലൂറൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഒരു പ്ലൂറ എന്ന് പറയുന്ന ഒരു ടിഷ്യൂ ഉണ്ട്. അപ്പൊ ആ ടിഷ്യൂവില് വന്ന് നിറയുന്ന ഒരു ചെറിയ തരത്തിലൊരു ദ്രാവകമാണ് എന്ത്? പ്ലൂറൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. നമ്മുടെ ശ്വാസകോശത്തിലും അതുപോലെ നെഞ്ചിന്റെ ആ ഭാഗത്തും കാണപ്പെടുന്ന ഒരു ഫ്ലൂയിഡ് ആണ് എന്ത്? പ്ലൂറൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ ഏതാണ്? പെരിറ്റോണിയൽ ഫ്ലൂയിഡ്. നമ്മുടെ അബ്ഡോമിനൽ അല്ലെ, നമ്മുടെ വയറിന്റെ അടിവയറിന്റെ ഭാഗത്ത് കാണപ്പെടുന്ന ഒരു ദ്രാവകം കൂടിയാണ്. അതായത് നമ്മുടെ വയറിന്റെ അല്ലെങ്കിൽ അടിവയറിന്റെ ഒരു ഭാഗത്ത് ഇപ്പോ പറയുന്ന ഒരു പെരിറ്റോണി എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് എന്താണ് പറയുന്ന ഒരു എന്തായാലും പറയാം, ആ ഒരു പെരിറ്റോണിയലിൽ വരുന്ന ഒരു ദ്രാവകത്തെയാണ് പെരിറ്റോണിയൽ ദ്രാവകം എന്ന് പറയുന്നത്, മീൻസ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അത് നമ്മുടെ അടിവയറുണ്ടല്ലോ, അബ്ഡോമിനൽ ഉണ്ടല്ലോ, ആ ഭിത്തിയില് ആ ഒരു പ്ലേസില്, ആ ഒരു പെൽവിക്കിലും നമ്മുടെ അബ്ഡോമിനൽ ആ ഒരു ഏരിയയിലും കാണപ്പെടുന്ന
ഒരു പറയുന്ന കൈൻഡ് ഓഫ് ഒരു ഫ്ലൂയിഡ് ആണ് എന്ത് പറയുന്ന പെരിറ്റോണിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അത് പെരിറ്റോണിയം നിർമ്മിക്കുന്ന ഒരു ഒരു സീറസ് ഫ്ലൂയിഡ് ആണ് കേട്ടോ. അപ്പൊ അതിന് പറയുന്ന ഒരു പേരാണ് എന്ത് പെരിറ്റോണിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അതായത് ഇത്രയും മനസ്സിലാക്കാൻ നമ്മുടെ അടിവയറിന്റെ ഭാഗത്തും ഇപ്പൊ പറയുന്ന പെൽവിക്കിന്റെ ഭാഗത്തും കാണപ്പെടുന്ന ഒരു ദ്രാവകമാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് എന്താണ് ബൈൽ. വാട്ട് ഈസ് ബൈൽ? പിത്തരസം ആണ് കേട്ടോ, പിത്തരസം. ഓക്കെ, ക്ലിയർ? ബൈൽ പിത്തരസം നമ്മുടെ ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന തിക്കായിട്ടോ സ്റ്റിക്കി ആയിട്ടോ ഒരു ഗ്രീനിഷ് ആയിട്ടോ ഒരു യെല്ലോ ആയിട്ടോ കാണപ്പെടുന്ന ഒരു ഫ്ലൂയിഡ് ആണ് എന്ത് ബൈൽ എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് ഡൈജസ്റ്റീവ് ജ്യൂസസ്. ഡൈജസ്റ്റീവ് ജ്യൂസസ് എന്താണ്? നമ്മുടെ ദഹനരസങ്ങളാണ് അല്ലെ. അത് നമുക്ക് നമ്മുടെ ഡൈജഷൻ ഒരു ഡൈജഷൻ പ്രോസസ് പ്രോപ്പർ ആയിട്ട് നടക്കാൻ വേണ്ടി സഹായിക്കുന്ന തരത്തിലുള്ള കുറച്ച് കണ്ടെയ്ൻസ് അല്ലെങ്കിൽ കുറച്ച് ഫ്ലൂയിഡ്സ് ആണ്, ജ്യൂസസ് ആണ് இந்த ഡൈജസ്റ്റീവ് ജ്യൂസസ് എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് വോമിറ്റ് ആൻഡ് പസ് മീൻസ് വോമിറ്റ് അറിയാലോ, ഛർദി, ആൻഡ് പസ് എന്താ പഴുപ്പ്. ഈ ഇത്തരത്തിലുള്ള എല്ലാ ഫ്ലൂയിഡ്സും നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നതും പുറന്തള്ളപ്പെടുന്നതുമാണ്. ഓക്കെ, ക്ലിയർ ആയോ? എന്തൊക്കെയാണ്? ബ്ലഡ്, യൂറിൻ, ഫീസസ്, സൽവ, ടിയേഴ്സ്, ബ്രസ്റ്റ് മിൽക്ക്, cerebrospinal fluid, semen, vaginal fluid, amniotic fluid, pleural fluid, peritoneal fluid, bile, digestive juices, vomit, and pus. Okay. So ഇതെല്ലാം എന്താണ്? ബോഡി ഫ്ലൂയിഡ്സ് ആണ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ. ആൻഡ് അതെങ്ങനെ മാനേജ് ചെയ്യേണ്ടതാണ് പഠിച്ചിരുന്നേ. പറയുന്ന ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് സ്പില്ലേജ് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യണം എന്നാണ് പഠിക്കുന്നത് കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ് ഫ്ലൂയിഡ്സ് നമ്മൾ പറഞ്ഞു ഡിസ്കസ് ചെയ്തതാണ്. സോ നെക്സ്റ്റ് പോയിന്റ് is wear protective equipment. Persons should put on the proper personal protective equipment, PPE, PP kit, such as gloves, gums, and face shields before approaching the spillage to prevent contact with the liquid. അതായത് ഈ ലിക്വിഡ് ക്ലീൻ ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ എന്താണ് എക്യുപ്മെന്റ് എല്ലാം പ്രോപ്പർ ആയിട്ട് വെയർ ചെയ്യുക. പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് നമ്മൾ പ്രോപ്പർ ആയിട്ട് വെയർ ചെയ്യുക. പേഴ്സണൽ മീൻസ് സ്റ്റാഫ്സ് അല്ലെ, അവിടെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ എല്ലാ സ്റ്റാഫ്സും തന്നെ ക്ലീൻ ചെയ്യുന്ന ആ പെർട്ടിക്കുലർ ഏരിയ ക്ലീൻ ചെയ്യാൻ പോകുന്ന സ്റ്റാഫ്സ് പ്രോപ്പർ ആയിട്ട് തന്നെ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് നമ്മൾ വെയർ ചെയ്യേണ്ടതാണ്. എന്തൊക്കെയാണ്? ഇത് ഓൾറെഡി നമ്മൾ എല്ലാ പോർഷൻസിലും പറഞ്ഞു വരുന്ന കാര്യങ്ങൾ തന്നെയാണല്ലോ അല്ലെ. എന്തൊക്കെയാണ്? ഗ്ലൗസ്, ഗൗൺസ്, ഫേസ് ഷീൽഡ്സ്, മാസ്ക്, ഇതെല്ലാം വെച്ചിട്ടാണ് ഇതെല്ലാം പ്രോപ്പർ ആയിട്ട് നമ്മൾ വെയർ ചെയ്തതിനു ശേഷം മാത്രമാണ് ആ ഒരു ബോഡി ഏരിയ നമ്മൾ ക്ലീൻ ചെയ്യാൻ പാടുള്ളൂ. ടു പ്രിവെന്റ് കോണ്ടാക്ട് വിത്ത് ലിക്വിഡ് അല്ലെ. ആ ലിക്വിഡുമായിട്ട് കോണ്ടാക്ട് വരാതിരിക്കാൻ അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള PPE കിറ്റ് അല്ലെ. PPE ഫുൾ ഫോം എന്താ? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. നോട്ട് ചെയ്യാട്ടോ അന്നത്തെ പോയിന്റ്. PPE കിറ്റ് ഫുൾ ഫോം പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. ഓക്കെ. സോ അപ്പോ PPE കിറ്റ് എല്ലാം നമ്മൾ പ്രോപ്പർ ആയിട്ട് വെയർ ചെയ്യേണ്ടതാണ് ബിഫോർ cleaning the fluids. Okay. Then contain the spill. Use absorbent materials such as paper, towel, or absorbent pads. Contain the spill and stop it from spreading. To dispose of the materials, put them in a bag or container marked by hazards. If there are any glass piece present, more precautions should be taken. എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന അബ്സോർബന്റ് പാഡ്സ് വെച്ചിട്ട് അബ്സോർബന്റ് മെറ്റീരിയൽസ് വെച്ചിട്ട് അല്ലെങ്കിൽ പേപ്പർ അല്ലെങ്കിൽ ടവൽസ് or any kind of materials we can use when we before cleaning the area. Okay. അപ്പൊ ആ പർട്ടിക്കുലർ എക്യുപ്മെന്റ്സ് വെച്ചിട്ട് നമുക്ക് ഈ പറയുന്ന ഏരിയാസ് അല്ലെങ്കിൽ ബ്ലഡ് ആൻഡ് ഫ്ലൂയിഡ്സ് ലീക്കേജ് വന്ന ആ ഒരു വേസ്റ്റ് ലീക്കേജ് വന്ന ആ ഏരിയാസ് നമുക്ക് ഈ പർട്ടിക്കുലർ എക്യുപ്മെന്റ്സ് വെച്ചിട്ട് ക്ലീൻ ചെയ്യാവുന്നതാണ്. To stop it from spreading അല്ലെ. അത് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത് അല്ലെ. ഇത്തരത്തിലുള്ള എക്യുപ്മെന്റ്സ് വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടതാണ്. And to dispose of any glass piece present. To dispose of the materials, put them in a bag. അതായത് ഇത് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് അങ്ങനെ നമ്മൾ ബാഗിൽ
നമ്മൾ ബാഗിൽ ഇടാണ് ചെയ്യുക അല്ലെ. ഇൻ എ ബാഗ് or container marked biohazards. ബയോഹസാർഡ്സ് എന്ന് മാർക്ക് ചെയ്ത കണ്ടെയ്നറിലോ അല്ലെങ്കിൽ ബാഗിലോ നമ്മളത് നിക്ഷേപിക്കേണ്ടതാണ്. നമ്മൾ ക്ലീൻ ചെയ്ത ഈ എക്യുപ്മെന്റ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ആ പറയുന്ന വേസ്റ്റ് ആയിക്കോട്ടെ നമ്മൾ പറയുന്ന ബാഗിലോ അല്ലെങ്കിൽ ബയോഹസാർഡ്സ് എന്ന് എഴുതിയ മാർക്ക് ചെയ്ത കണ്ടെയ്നറിലോ നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടതാണ്. If there are any glass piece present, ഇപ്പോ അവിടെ ഇതല്ലാതെ ബ്ലഡും ഫ്ലൂയിഡ്സും അല്ലാതെ എന്തെങ്കിലും ഗ്ലാസ് ഐറ്റംസ് എന്തെങ്കിലും അവിടെ കണ്ടാല് അല്ലെങ്കിൽ അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ കെയർഫുൾ ആയിട്ട് ആ ഒരു ഏരിയ ക്ലീൻ ചെയ്യേണ്ടതാണ്. സപ്പോസ് ആ ഗ്ലാസ് പീസസ് എന്തെങ്കിലും നമ്മുടെ കയ്യിൽ കൊണ്ട് നമുക്ക് മുറിവുകൾ വരാണെങ്കിൽ അതിലൂടെയും അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് കെയർഫുൾ ആയിട്ട് നമ്മള് ആ ഒരു ഗ്ലാസ് പീസോടെ കണ്ടാൽ നമ്മൾ ആ ഏരിയ നന്നായിട്ട് വളരെയധികം കെയർഫുൾ ആയിട്ട് ക്ലീൻ ചെയ്യേണ്ടതാണ്. ഓക്കെ, എന്നിട്ട് ക്ലീൻ ചെയ്ത ആ ഒരു വേസ്റ്റ് നമ്മൾ എന്താ ചെയ്യണ്ടേ? ബാഗിലോ അല്ലെങ്കിൽ ബയോഹസാർഡ്സ് മാർക്ക് ചെയ്ത കണ്ടെയ്നറിലോ നമ്മൾ ഡിസ്പോസ് ചെയ്യും. ഓക്കെ, ആൻഡ് the next one is a disinfect area. An adequate elevation of both gram-positive and gram-negative bacteria using 1% hypochlorite solution in case of blood and body fluid samples. അതായത് ഇപ്പോ നമ്മുടെ ബ്ലഡും ബോഡി സാമ്പിൾസും വെച്ചിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യും. മീൻസ് ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷനെ ബേസ് ചെയ്താൽ ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ബ്ലഡോ ബോഡി സാമ്പിളോ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഇതെന്തിനാ ടെസ്റ്റ് ചെയ്യണ്ടേ? എന്താണ് ഗ്രാം ടെസ്റ്റ് എന്ന് പറയും അല്ലെ. ഗ്രാം ടെസ്റ്റ് എന്തിനാണ്? നമ്മുടെ ബാക്ടീരിയ അല്ലെങ്കിൽ ബാക്ടീരിയാസ് പോസിറ്റീവ് ബാക്ടീരിയ ആണോ നെഗറ്റീവ് ബാക്ടീരിയ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി, അത് കണ്ടെത്താൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്ത് വെച്ചിട്ടാണ്? ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന ബ്ലഡ് ബോഡി ഫ്ലൂയിഡ് സാമ്പിൾസ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഗ്രാം ടെസ്റ്റ്. അപ്പൊ ഗ്രാം ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ ബ്ലൂ ഓർ പർപ്പിൾ കളർ അവിടെ വിസിബിൾ ആകും. നെഗറ്റീവ് ആണെങ്കിലോ റെഡ് ഓർ പിങ്ക് കളർ ആയിരിക്കും അവിടെ വിസിബിൾ ആകാം. ഓക്കെ, ഗ്രാം ടെസ്റ്റ് എന്താണ്? ബാക്ടീരിയ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നമ്മുടെ ബ്ലഡ് ബോഡി ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ് സാമ്പിൾസ് വെച്ചിട്ട് അത് ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷന്റെ സഹായത്തോടു കൂടി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഗ്രാം ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഗ്രാം പോസിറ്റീവ് ആണെങ്കിൽ ബ്ലൂ ഓർ പർപ്പിൾ കളർ വിസിബിൾ ആകും. ഗ്രാം നെഗറ്റീവ് ആണെങ്കിൽ റെഡ് ഓർ പിങ്ക് കളർ ആയിരിക്കും കളർ വിസിബിൾ ആകാം. ക്ലിയർ? Then using disinfectant solution to cleanse the affected area completely. Using AMP solution, example, chlorine reducing agent. അതായത് ക്ലോറിൻ അല്ലെങ്കിൽ റിലീസിങ് ഏജന്റ് വെച്ചിട്ട് ആ ഏരിയ ഡിസിൻഫെക്ട് ചെയ്യുക, ക്ലീൻ ചെയ്യുക. പറയുന്ന പകർച്ചവ്യാധികൾ അല്ലെങ്കിൽ പറയുന്ന ഇൻഫെക്ഷൻസ് ഒന്നും ഇല്ലാതെ ക്ലീൻ ചെയ്യുക. Then by the manufacturers, the directives for the proper concentration and the contact time of the disinfectant. അതായത് നമ്മുടെ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന എന്ത് സൊല്യൂഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്ത് മെറ്റീരിയൽ അല്ലെങ്കിൽ എന്ത് കെമിക്കൽസ് ആയിക്കോട്ടെ. ഓക്കെ, അപ്പോ ആ കെമിക്കൽസ് വെച്ച് നമ്മൾ അത് ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കെമിക്കൽസില് അല്ലെങ്കിൽ ആ ഒരു ബോട്ടിലില് ഡയറക്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും അല്ലെ, എങ്ങനെ ക്ലീൻ ചെയ്യണം, നമ്മൾ എന്തൊക്കെയാണുള്ള ശ്രദ്ധിക്കേണ്ടത്. സോ ആ ഡയറക്ഷൻസ് എല്ലാം ഫോളോ ചെയ്തിട്ട് അത് പ്രോപ്പർ ആയിട്ട് നമ്മൾ ഫോളോ ചെയ്തിട്ട് അതിനുശേഷം മാത്രം ആ രീതിയിലൂടെ മാത്രം ആ കെമിക്കൽസ് വെച്ചിട്ട് അവിടെ ക്ലീൻ ചെയ്യേണ്ടതാണ്. ഓക്കെ, എന്നിട്ട് അതിനുശേഷം മാത്രമാണ് ആ ഒരു കെമിക്കലായിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്യാൻ പാടുള്ളൂ. മനസ്സിലായോ? എന്തെങ്കിലും തരത്തിലുള്ള അലർജീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇറിറ്റേഷൻസോ വരാൻ ചാൻസ് ഉള്ള ഒരു കെമിക്കൽ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് വിത്തൗട്ട് ഗ്ലോവ്സ് വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ നോർമൽ ഹാൻഡ് വെച്ചിട്ട് അല്ലെ, ഗ്ലോവ്സ് ഒന്നും ധരിക്കാത്ത നോർമൽ ഹാൻഡ് വെച്ചിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് ആ ഒരു പറയുന്ന ഇറിറ്റേഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ അല്ലെ നമ്മുടെ ബോഡിയുമായിട്ട് എങ്ങനെയും ഒരു തരത്തിലും കോണ്ടാക്ട് ചെയ്യാൻ പാടില്ലാത്ത കെമിക്കൽസ് ആണെങ്കിൽ അത് ആ രീതിയിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യണം. സോ ആ ഡയറക്ഷൻസും ഇൻസ്ട്രക്ഷൻസും പാലിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ പറയുന്ന കെമിക്കൽസ് അല്ലെ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന കെമിക്കൽസ് നമ്മൾ എവിടെ യൂസ് ചെയ്യാൻ പാടുള്ളൂ.
ഓക്കെ, അബൈഡ് മീൻസ് പാലിക്കുക എന്നാണ് കേട്ടോ. അബൈഡ് പാലിക്കുക. ഓക്കെ, ക്ലിയർ ആയോ? ഇത്രയും പോയിന്റ്സ് നോക്കിയാണോ? മനസ്സിലാവുന്നുണ്ടോ? പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ. ഈ ഏരിയ എങ്ങനെ ക്ലീൻ ചെയ്യണം, നമ്മൾ എന്തൊക്കെ മെറ്റീരിയൽസ് അവിടെ പ്രൊവൈഡ് ചെയ്യണം, എന്തൊക്കെ എക്യുപ്മെന്റ്സ് നമ്മൾ യൂസ് ചെയ്യണം, ഇതൊക്കെ തന്നെയാണ് എല്ലാ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. അതായത് സെയിം കണ്ടന്റ് എല്ലാത്തിലും ഉണ്ട് നടത്തുക. അറിയാലോ ഏതൊരു വേസ്റ്റ് ആണ് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം. നോർമലി എല്ലാ വേസ്റ്റിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അത്രയേ ഉള്ളൂ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് പോയിന്റ് ഇസ് then the area should be made clean using water and a general purpose detergent allowed to air dry. അതിനുശേഷം ഈ കെമിക്കൽസ് എല്ലാം വെച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ വെള്ളം വെച്ചിട്ടോ അല്ലെങ്കിൽ ഡിറ്റർജന്റ് വെച്ചിട്ടോ ഒന്നുകൂടെ ക്ലീൻ ചെയ്യുക. എന്നിട്ട് അത് ഉണങ്ങാൻ വിടാം. ഓക്കെ, ഡ്രൈ ആകാൻ വിടാം. അത്രയേ ഉള്ളൂ. Then get rid of waste. All materials that come in touch with the blood and the body fluid spills should be discarded and dangerous waste in a label biohazards bags or containers. അതായത് ഈ പറയുന്ന ബ്ലഡും ബോഡി ഫ്ലൂയിഡ്സ് ഈ പറയുന്ന വേസ്റ്റ്, അതായത് വേസ്റ്റുമായി കോണ്ടാക്ട് ആവുക അല്ലെങ്കിൽ ആ വേസ്റ്റുമായിട്ട് നമ്മള് ഇടപഴകിയിട്ടുള്ള എന്ത് തരത്തിലുള്ള മെറ്റീരിയൽസ് ആയിക്കോട്ടെ അതെല്ലാം ഡിസ്പോസ് ചെയ്യാം. ഓക്കെ, ഈ പറയുന്ന ഫ്ലൂയിഡ്സ് എവിടെയൊക്കെ ടച്ച് ചെയ്തിട്ടുണ്ടോ അല്ലെ, ഓൾ മെറ്റീരിയൽസ് that come in touch with blood, എല്ലാ മെറ്റീരിയൽസും ഏതൊക്കെ മെറ്റീരിയൽ ആണോ ആ പറയുന്ന ഫ്ലൂയിഡ്സ് ആയിട്ട് ടച്ച് വന്നിട്ടുള്ളത്, സോ ആ മെറ്റീരിയൽസ് എല്ലാം എന്താണ് നമ്മൾ ഡിസ്കാർഡ് ചെയ്യുക. ആസ് എ ഡേഞ്ചറസ് വേസ്റ്റ് ഇൻ ലേബിൾഡ് ബയോഹസാർഡ്സ്. ഡേഞ്ചറസ് വേസ്റ്റ് എന്ന് നമ്മൾ ലേബിൾ ചെയ്തിരിക്കുന്ന ബയോഹസാർഡ്സ് ബാഗ്സിലോ കണ്ടെയ്നേഴ്സിലോ നമ്മളത് ഡിസ്പോസ് ചെയ്യേണ്ടതാണ്, ഡിസ്കാർഡ് ചെയ്യേണ്ടതാണ്. ഹാൻഡ് ഹൈജീൻ ഷുഡ് ബി ഡൺ. കൈകൾ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കണം. അതിനുശേഷം ഈ പറയുന്ന എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നമ്മുടെ ഹാൻഡ് നന്നായിട്ട് തന്നെ വാഷ് ചെയ്യുക വിത്ത് നമ്മുടെ പറയുന്ന പോലെ സാനിറ്റൈസേഴ്സോ അല്ലെ ഹാൻഡ് വാഷേഴ്സോ വെച്ചിട്ട് നല്ലപോലെ ഹാൻഡ് വാഷ് ചെയ്യുക, ഹൈജീൻ ആയിട്ട് കീപ്പ് ചെയ്യുക. Then the last three points. Okay. Then soft furnishing may be damaged by disinfectant products such as sodium hypochlorite. It is suggested that polluted soft furnishings and carpets unable to endure chemical disinfection should be made clean using hot water and detergent or steam cleans. Suppose നമ്മൾ ഈ ഏരിയ അല്ലെ ഇപ്പൊ ലീക്കേജ് വന്ന ഏരിയ ക്ലീൻ ചെയ്യുന്ന തരത്തില് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്ത കെമിക്കൽസ് ഉണ്ടല്ലോ, ആ കെമിക്കൽസ് ചിലപ്പോ നമ്മുടെ ഈ ഫർണിച്ചർ അല്ലെ അധികം കട്ടിയില്ലാത്ത കുറച്ച് സോഫ്റ്റ് ആയ ഫർണിച്ചേഴ്സ് അവിടെ ഉണ്ടാകും. ഹോസ്പിറ്റൽസിലാണെങ്കിലും ഏത് ഓർഗനൈസേഷനിലാണെങ്കിലും ഫർണിച്ചേഴ്സ് ഉണ്ടാകും. സോ ആ ഫർണിച്ചേഴ്സിൽ ഈ കെമിക്കൽസ് വന്നാൽ ആ കെമിക്കൽസ് പറയുന്ന ഫർണിച്ചേഴ്സിൽ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ആയാല് ആ ഫർണിച്ചർ ഡാമേജ് ആകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ആ ഫർണിച്ചേഴ്സിനെ ഈ കെമിക്കൽസ് വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റില്ല അല്ലെ. കാരണം അത് ഫർണിച്ചർ നശിക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഒരിക്കലും ആ കെമിക്കൽ വെച്ച് നമുക്ക് തുടക്കാനൊന്നും പറ്റില്ലല്ലോ, ക്ലീൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? അങ്ങനെ ചെയ്യാൻ പറ്റാത്ത ഫർണിച്ചറിനെയും കാർപ്പറ്റ് അല്ലെ, കാർപ്പറ്റ് നമുക്ക് ഈ കെമിക്കൽസ് വെച്ച് ചെയ്താൽ കാർപ്പറ്റ് നശിച്ചു. അപ്പൊ അങ്ങനെ നശിച്ചു പോകാൻ സാധ്യതയുള്ള ഫർണിച്ചേഴ്സ് ആയിക്കോട്ടെ കാർപ്പറ്റ്സ് ആയിക്കോട്ടെ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഹോട്ട് വാട്ടർ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്റ്റീം ചെയ്തോ അല്ലെങ്കിൽ ഡിറ്റർജന്റ് യൂസ് ചെയ്തോ ഈ പറയുന്ന ഫർണിച്ചേഴ്സും കാർപ്പറ്റ്സും നമ്മൾ എന്ത് ചെയ്യണം? ക്ലീൻ ചെയ്യണം, ഡിസ്ഇൻഫെക്ട് ചെയ്യണം. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ബോഡി ആൻഡ് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് സ്പില്ലേജ് ലീക്കേജ് വന്നാല് നമ്മൾ മാനേജ് ചെയ്യേണ്ട പ്രോസസ്സും പ്രൊസീജിയേഴ്സും ആണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത്. ക്ലിയർ ആയോ? മനസ്സിലായോ? അപ്പൊ ഏതൊക്കെ തരത്തിലുള്ള ബോഡി ഫ്ലൂയിഡ്സ് ഉണ്ടെന്നോ അതെങ്ങനെ നമ്മൾ മാനേജ് ചെയ്യണം, ഏതൊക്കെ എക്യുപ്മെന്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, നമ്മൾ ആ ക്ലീൻ ചെയ്ത ഈ പറയുന്ന വേസ്റ്റ് നമ്മൾ എവിടെ നമ്മൾ ഡിസ്പോസ് ചെയ്യണം, ഡിസ്കാർഡ് ചെയ്യണം, പിന്നെ ഈ പറയുന്ന എന്താണ് നമ്മള് എന്തൊക്കെ പിന്നെ നമ്മൾ ക്ലീൻ ചെയ്തതിനു ശേഷം നമ്മൾ രണ്ടാമതായി ഒരുപാട് പ്രശ്നങ്ങൾ ക്ലീൻ ചെയ്യുന്നുണ്ട് അല്ലെ. അത് നമ്മൾ നമ്മുടെ കെമിക്കൽസ് വെച്ച് ക്ലീൻ ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ നോർമൽ വാട്ടർ വെച്ച് ക്ലീൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഡിറ്റർജന്റ് വെച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്.
ഓക്കെ, പിന്നെന്താ ചെയ്യാം? നമുക്ക് പറഞ്ഞ പോലെ ഫർണിച്ചേഴ്സ് അല്ലെ, ഫർണിച്ചേഴ്സ് ഒരിക്കലും നമുക്ക് ഇങ്ങനെ കെമിക്കൽ ക്ലീനിങ് പറ്റില്ല, കാരണം നശിച്ചു പോകുന്നവർക്ക് അങ്ങനെ കെമിക്കൽ ക്ലീനിങ് നമുക്ക് അലൗഡ് അല്ല. സോ നമ്മളത് ഒന്നില്ലെങ്കിൽ നമ്മുടെ ഹോട്ട് വാട്ടേഴ്സോ അല്ലെങ്കിൽ ഡിറ്റർജന്റോ അല്ലെങ്കിൽ അത് ഇപ്പോ പറയുന്ന പോലെ സ്റ്റീം ചെയ്തോ നമുക്കത് ക്ലീൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന എല്ലാ വേസ്റ്റുകളും നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടത് ബയോഹസാർഡ്സ് എന്ന് ലേബൽ ചെയ്തിരിക്കുന്ന ആ ഒരു ബാഗിലോ അല്ലെങ്കിൽ കണ്ടെയ്നേഴ്സിലോ ആയിരിക്കണം. എന്താണ് നമ്മുടെ ഹാൻഡ്സ് കുറച്ച് ക്ലീൻ ചെയ്ത് വൃത്തിയെ സൂക്ഷിക്കുക, അത് ക്ലീൻ ചെയ്യുക. ആഫ്റ്റർ ദ ക്ലീനിങ് പ്രോസസ് വി ഷുഡ് ക്ലീൻ അവർ ഹാൻഡ്സ് വിത്ത് സാനിറ്റൈസേരിയ അല്ലെങ്കിൽ യൂസ് ഓഫ് ഹാൻഡ് വാഷ്. സോ ഇത്രയും പോർഷൻ ക്ലിയർ ആയോ? മനസ്സിലായോ? ഒന്നിടന്ന് വായിച്ചോ കേട്ടോ നന്നായിട്ട്. ആ ഒരു പോർഷൻ ആ ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് മാനേജ്മെന്റ് നന്നായിട്ടൊന്ന് വായിച്ചു. ഓക്കെ, എല്ലാവർക്കും ടെക്സ്റ്റ് കിട്ടിയാലോ അല്ലെ? ടെക്സ്റ്റ് കിട്ടാത്തവരുണ്ടോ? കിട്ടാത്ത കാര്യമില്ലല്ലോ. ഓക്കെ, ഇപ്പൊ വായിക്കോ കേട്ടോ. കാര്യം ടെക്സ്റ്റ് ഉണ്ട്, നോക്കി വായിക്കാം. നമുക്ക് ഒരുപാട് സ്പീഡിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല, അതൊക്കെ പറഞ്ഞു. ഓക്കെ, വായിച്ചോ കഴിഞ്ഞോ? യെസ്, നമ്മള് മെർക്കുറിയിലേക്ക് പോകുന്നില്ല കേട്ടോ. മെർക്കുറിയിലേക്ക് പോയാല് എന്തെങ്കിലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. സോ നെക്സ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇതുവരെ എടുത്ത പോർഷൻസ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നിങ്ങൾക്ക്?
ക്ലിയർ ആണോ? യെസ്. ഓക്കെ, ആർക്കും ഡൗട്ട് ഒന്നുമില്ലല്ലോ, ക്ലിയർ ആണല്ലോ? തെൻസി എന്ത് ക്ലാസ്സിൽ അത് പ്രസന്റ് ചെയ്തപ്പോ മീൻസ് അത് എക്സ്പ്ലെയിൻ ചെയ്തപ്പോ തെൻസിക്ക് എന്താ തോന്നിയത്? What do you feel that time? തെൻസി, മിസ് യാ അന്ന് എക്സ്പ്ലെയിൻ ചെയ്തത് പോർഷൻ ക്ലിയർ ആയോ? എക്സ്പ്ലെയിൻ ചെയ്തപ്പോ കുറച്ചുകൂടി മനസ്സിലായി, ക്ലിയർ ആവും എന്ന്. okay, I understood, miss. ഓക്കെ ആണ്. ഞാൻ ഉദ്ദേശിച്ചത് ചെയ്തതിൽ അതിൽ എന്തെങ്കിലും ഫോൾട്ട് ഉള്ളതായിട്ട് മിസ്സിന് തോന്നിയിട്ടുണ്ടായിരുന്നോ? കേട്ടില്ല. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ അതിലേത് ഫോൾട്ട് ഉണ്ടായതായിട്ട് മിസ്സിന് തോന്നിയായിരുന്നോ? അങ്ങനെ ഓക്കെ, അങ്ങനെ ഫോൾട്ട് ഒന്നും തോന്നിയില്ല. പക്ഷെ അത് തെൻസി ഞാൻ ചോദിക്കാൻ കാരണം വേറൊന്നുമല്ല, നമ്മുടെ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാകുന്നുണ്ട്. പക്ഷേ അത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ അല്ലെ, മറ്റുള്ളവർക്കൊന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമ്മൾ അത്രത്തോളം ആ ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ അത്രയും ബോധഡ് ആയിരിക്കണം അല്ലെ. അങ്ങനെ ഉള്ള ആൾക്ക് മാത്രമാണ് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. എല്ലാവർക്കും പറ്റുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. സോ നമുക്ക് ആ ടോപ്പിക് ഓക്കെ ആണ്, എനിക്ക് അത്രയും മനസ്സിലായിട്ടുണ്ട് എന്ന് നമ്മൾ കോൺഫിഡന്റ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് തെൻസി പറഞ്ഞത് ഫോൾട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഫോൾട്ട് അങ്ങനെ ഫോൾട്ട് ഒന്നുമില്ല. എന്താണോ മനസ്സിലായത്, തെൻസിക്ക് എന്താണോ മനസ്സിലായത് അത് കറക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു കേട്ടോ. ഓക്കെ, ഇനി അങ്ങനെ ചോദിക്കാനുള്ള റീസൺ അതിൽ എന്തെങ്കിലും ആക്ച്വലി ഞാൻ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത് ആ ഫിയർ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. ലാസ്റ്റ് പോയിന്റ് ഞാൻ അത് പറഞ്ഞു കൊടുക്കുമ്പോൾ ലാസ്റ്റ് പോയിന്റ് ഞാൻ കുറച്ച് കട്ടായിട്ട് ജസ്റ്റ് മനസ്സിലാവുന്ന രീതിയിൽ മാത്രമേ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് ലീക്കേജ് വേസ്റ്റ് ഹോസ്പിറ്റലിന്റെ റെഗുലേഷൻസ് ആൻഡ് പോളിസി അനുസരിച്ചിട്ട് തന്നെ നമ്മൾ ഡിസ്പോസ് ചെയ്യണം പ്രോപ്പർ മാനറിൽ എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല. ജസ്റ്റ് പ്രോപ്പർ മാനറിൽ യൂസ് ചെയ്യണം എന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അതാണ് അതേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഞാൻ പറയാത്തതിൽ അതിൽ വിട്ടത്, എനിക്കത് മനസ്സിലായത് ഞാൻ അത് എനിക്ക് മനസ്സിലായത് എങ്ങനെയാണോ അതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തത്. അൺമ്യൂട്ട് ചെയ്യുമ്പോ എന്റെ സൗണ്ട് എനിക്ക് തന്നെ കേൾക്കാട്ടോ, അതുകൊണ്ടാണ്. പിന്നെ വോയിസ് അത്ര ക്ലിയർ അല്ല, എക്കോ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ബാക്കിയെല്ലാം ടെക്സ്റ്റിൽ അത് വിസിബിൾ ആണ്. തെൻസിക്ക് മനസ്സിലായ തെൻസി പറഞ്ഞു, അതർവൈസ് ടെക്സ്റ്റ് എല്ലാം വിസിബിൾ ആണ്, എല്ലാവരും വായിക്കാവുന്നതാണല്ലോ. അതവിടെ ക്ലിയർ ആണ് കേട്ടോ. അപ്പൊ ആരൊക്കെയോ ക്ലിയർ ആയില്ല എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു അവിടെ ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്, വോയിസ് അൺമ്യൂട്ട് ചെയ്യുമ്പോൾ ഡിസ്റ്റർബൻസ് വരുന്നുണ്ട് കേട്ടോ, ഒന്ന് ചെക്ക് ചെയ്യണേ. ഓക്കെ, അപ്പൊ അടുത്ത പോർഷൻസ് എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. എല്ലാവർക്കും മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങൾ മനസ്സിലാക്കി തന്നെയാണ് പഠിക്കുന്നത്. അതിന്റെ കൂടെ ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചു നോക്കാം. ടെക്സ്റ്റുമായിട്ടൊരു അറ്റാച്ച്മെന്റുമായിട്ടൊരു കണക്ഷൻ വേണം. അതിലൂടെ മാത്രമാണ് നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വരുമ്പോൾ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി പഠിച്ച കാര്യങ്ങൾ നമുക്ക് അവിടെ എന്താണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ? അപ്പൊ ക്ലാസ് ഓക്കെ ആണല്ലോ, ക്ലിയർ അല്ലേ, മനസ്സിലാകുന്നുണ്ടല്ലോ? പോർഷൻസ് എല്ലാം നന്നായിട്ട് വായിച്ചു നോക്കാം. എന്തെങ്കിലും വേർഡ്സിന്റെ ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമുക്ക് നിങ്ങൾ മീനിങ്സ് നോക്കി കറക്റ്റ് ചെയ്ത് മനസ്സിലാക്കി തന്നെ പഠിക്കാം കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ റിലേറ്റ് ചെയ്ത് പഠിക്കാം. നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിലാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ആ രീതിയിൽ ആ ഒരു സിറ്റുവേഷൻ നേരെ ഹാൻഡിൽ ചെയ്യും അല്ലെ. അപ്പൊ നിങ്ങൾ ആ ഒരു ഇമാജിൻ ചെയ്യുക, ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഉണ്ട്, നിങ്ങൾ ഇമാജിൻ ചെയ്യുക. അപ്പൊ നിങ്ങൾ എന്തൊക്കെയായിരിക്കും ആ ടൈമിൽ ചെയ്യേണ്ടത് അല്ലെ. ഈ പറയുന്ന സ്കില്ലേജ് ചെയ്യുന്നത് ആ ഒരു ഏരിയയിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ ആ ഒരു സ്റ്റാഫ് എന്ന നിലയിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യും, നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് നിങ്ങൾ റിലേറ്റ് ചെയ്ത് അത് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സിമ്പിൾ ആണ്. നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല, അങ്ങനെ നമ്മൾ ഒരിക്കലും മറക്കുകയില്ല അല്ലെ. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാലും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പൊ ആ രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചു നോക്കാം. ഓക്കെ, ക്ലിയർ ആണ് അല്ലെ? സ്പീഡ് കൂടുന്നുണ്ടോ? സ്പീഡ് ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. ഇല്ല, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ. എന്തെങ്കിലും സജഷൻസോ ഒപ്പീനിയൻസോ പിന്നെ ക്ലാസ്സിനെ കുറിച്ച് എന്താണെങ്കിലും നിങ്ങൾക്ക് എന്നോട് നേരിട്ട് പറയാവുന്നതാണ് കേട്ടോ. ഇത് ഹേർട്ട് ആകോ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും നിങ്ങൾക്ക് എന്നോട് പറയാം. ഓക്കെ, ഇനി ഫ്രൂട്ട്സിനെ കുറിച്ച് ഞാൻ ഇവിടുത്തെ ഫ്രൂട്ട്സിനെ കുറിച്ച് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ
നന്നായിട്ടൊന്ന് സെർച്ച് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ സെർച്ച് ചെയ്തിട്ട് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, ക്ലിയർ? യെസ്, ദാറ്റ്സ് ഓൾ. Okay, so it's time to wind up. So thank you all. See you on next class. Okay, bye. Thank you, ma'am. Thank you. Just a second. ഒരു കാര്യം കൂടെ പറയട്ടെ. നിങ്ങൾ പഠിക്കുന്ന ഓരോ വേർഡ്സ് ആയിക്കോട്ടെ അതിന്റെ പ്രൊണൗൺസിയേഷൻ നന്നായിട്ട് കറക്റ്റ് ആയിട്ട് തന്നെ പഠിക്കുക. പ്രൊണൗൺസിയേഷൻ ഞാൻ പറയുന്ന പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആവണമെന്നില്ല. കാരണം ആരും പെർഫെക്റ്റ് അല്ല. ഞാൻ എല്ലാവരും പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല. ടീച്ചേഴ്സിനാണെങ്കിലും ഏത് മനുഷ്യനാണെങ്കിലും മിസ്റ്റേക്സ് വരും. ഓക്കെ, അത് നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾ ടെക്സ്റ്റ് വായിക്കുമ്പോൾ ഏതെങ്കിലും വേർഡിന്റെ പ്രൊണൗൺസിയേഷനൊക്കെ ഡൗട്ട് തോന്നിയാല് സെർച്ച് ചെയ്യാം. പ്രൊണൗൺസിയേഷൻ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഓരോ മെഡിക്കൽ ടേം ആണെങ്കിലും ഓരോ മെഡിക്കൽ നെയിം ആണെങ്കിലും അത് തന്നെ ആദ്യം തന്നെ പ്രൊണൗൺസ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ അത് പഠിക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. പ്രൊണൗൺസിയേഷൻ മോസ്റ്റ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ താങ്ക് യു ഓൾ. സീ യു നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ. Thank you, ma'am. Thank you, ma'am.